മലങ്കര സഭയിലെ 7 ഭദ്രാസനങ്ങളിൽ 1876 ആരംഭിച്ച ഒരു ഭദ്രാസനമാണ് കൊച്ചി ഭദ്രാസനം. 150-ാം വാർഷികം ഇവിടെ നാം ആഘോഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് അനുഗ്രഹകരമായി ഈ ഭദ്രാസനത്തിന് ഇത്രയും നാൾ ദൈവം തമ്പുരാൻ കാത്തു സൂക്ഷിച്ച് വഴി നടത്തിയ ദൈവത്തെ ആദ്യമായി നമുക്ക് നന്ദിയോടെ ഓർക്കാം. ഭദ്രാസനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇവിടുത്തെ കബറടങ്ങിയിരിക്കുന്ന പിതാക്കന്മാരെക്കുറിച്ച് എല്ലാം പരാമർശിച്ചതുകൊണ്ട് ഞാനതിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നില്ല. 150 വർഷം ആഘോഷിക്കുന്ന ഈ ഭദ്രാസനത്തിൻ്റെ ചരിത്രം ജീവിക്കുന്നത് തുടർച്ചയായി വരുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേക ചരിത്രങ്ങൾ നമ്മുടെ ഈ ഭദ്രാസനത്തിൻ്റെ അഭിമാനമായിട്ട് നമുക്കുണ്ട്. അത് മലങ്കര സഭയുടെ അഭിമാനമാണ്. മലങ്കര സഭയിലെല്ലാം മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഴുവനും അഭിമാനമായിരിക്കുന്ന ചരിത്ര മുഹൂർത്തങ്ങളാണ് നമുക്കുള്ളത്. മാർത്തോമാ ശ്ലീഹായുടെ വരവ് മുതൽ ആ ശ്ലൈഹിക പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനെല്ലാം അവകാശപ്പെട്ടതാണ് നമ്മുടെ ചരിത്ര സന്ദർഭങ്ങളും എന്നുള്ളത് നമുക്ക് വിസ്മരിച്ചുകൂടാ. എന്നാൽ ഈ ചരിത്രങ്ങൾക്ക് അപ്പുറമായിട്ട് 150 വർഷം കഴിഞ്ഞ് ഇനി അടുത്ത 175 200 ഒക്കെ ആചരിക്കേണ്ടതായ സന്ദർഭങ്ങൾ നമുക്കുണ്ടാകും. ഇനി അപ്പുറത്തേക്ക് ആചരിക്കുമ്പോൾ പുതിയ ചരിത്രം നിർമ്മിക്കാൻ, പുതിയ ചരിത്രം ഉണ്ടാക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള ആവശ്യങ്ങളും നമുക്കുണ്ട്. ചരിത്രം ഉറങ്ങുകയല്ല, ചരിത്രം ജീവിക്കുകയാണ്. മുന്നോട്ടുള്ളതായ നമ്മുടെ യാത്രയിൽ ഇന്ന് സമൂഹം നേരിടുന്നതായ വെല്ലുവിളികളെ ധീരമായി നേരിടുവാനും അതിന് നമ്മാൽ കഴിയുന്നതായ പരിഹാരം കാണുവാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് വളരെ ഉന്നതി പ്രാപിച്ചതാണ് കേരളമെങ്കിലും ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പരിമിതി ഉൾക്കൊള്ളുന്നതായ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടെയെല്ലാം വെളിച്ചം വീശുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ സഭകളും അതിന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുമുണ്ട്. അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് സമൂഹത്തിൻ്റെ നന്മയെ കരുതി പ്രവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കെതിരെ പല ഭീഷണികളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവാം. എങ്കിലും ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ അതിനെ നേരിടുവാനുള്ളതായ ധൈര്യവും നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇന്ന് നേരിടുന്ന വലിയ ഒരു പ്രയാസമാണ് മദ്യമയക്കുമരുന്നുകളുടെ ഉപയോഗമെന്ന് പറയുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തെ മുഴുവനും കാർന്ന് തിന്നുന്നതായ ഒന്നാണ്. ഭാവി ജീവിതം അനുഗ്രഹകരമായും സമൂഹത്തിൻ്റെ നന്മയ്ക്കും രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കുമായി സമർപ്പിക്കുന്നതിന് വേണ്ടി വിദ്യാസമ്പന്നരായിരിക്കുന്ന യുവാക്കൾ ഇന്ന് മദ്യമയക്കുമരുന്നുകളുടെ അടിമയിൽപ്പെട്ട് ജീവിതം അതുദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നിന്ന്
നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളതായ കാര്യങ്ങൾക്ക് സമാപനം വരുത്തുവാൻ നമുക്കെന്ത് സ്വേച്ഛാധികാരികളിൽ നിന്ന് ജനായത്ത രീതിയിലേക്ക് സമൂഹത്തിൻ്റെ വളർച്ചയെ കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്ക് ലോകത്തിൻ്റെ ചരിത്രത്തിൽ മനസ്സിലാക്കാവുന്നത്, റൂസോ പറഞ്ഞു, എവരി മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് ഹീ ഈസ് എവരിവെയർ ഇൻ ചെയിൻസ്. പക്ഷേ എല്ലാവരും ഫ്രീ ആയിട്ട് ജനിക്കുന്നുണ്ടെങ്കിലും ആരും സ്വന്തമായി ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ജനിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് there is no individual in this world and nobody is independent. Everybody is interdependent. പരസ്പര ആശ്രയത്തോടു കൂടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അനേകം ആളുകളുടെ സഹായം അത് നേടുന്നുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ സഹായങ്ങൾ നേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻ്റർഡിപ്പെൻഡൻസിയിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിന് വളരെ ഉദാഹരണമാണ് നമുക്കിന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായാൽ കേരളത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷണം കിട്ടുകയില്ല. അപ്പോൾ എന്തുമാത്രം ഇൻ്റർഡിപ്പെൻഡാണ് നമ്മളെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. നോബഡി ഈസ് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇവിടെയെല്ലാം നമുക്ക് സമഗ്രമായ പുരോഗമനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ളതായ വെല്ലുവിളികളെ നേരിടുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നമ്മുടെ ഒരുമിച്ചുള്ളതായിരിക്കുന്ന പരസ്പര ആശ്രയത്തിലുള്ള വളർച്ച നേടിയെടുക്കാനുള്ള പ്രസ്ഥാനങ്ങളാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ചരിത്രമാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടത്. അതാണ് പുതിയ ചരിത്രം, പുതിയ രീതിയിലേക്ക് നമുക്ക് പോകേണ്ടിയിരിക്കും. ഇന്ന് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറി സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യം, ഒരു പ്രദേശത്തിൻ്റെ സ്വാതന്ത്ര്യം, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, ഒരു കോണ്ടിനെൻറ്റിൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിലെല്ലാം ഇന്ന് വളർന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒരിക്കലും നമുക്ക് ചിന്തിക്കാം, സ്വന്തമായി ചിന്തിക്കാം, പക്ഷേ നമ്മുടെ ചിന്താശക്തി പോലും ഇൻഡിപെൻഡൻ്റ് അല്ല. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതുമെല്ലാം അനേകം ആളുകൾ ചിന്തിച്ചതും അനേകം ആളുകൾ ചിന്തിച്ചു കൂട്ടിയതും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് നോബഡി ഈസ് എ ജീനിയസ് ബൈ ഹിംസെൽഫ്, ഈസ് എ ജീനിയസ് ബിക്കോസ് ഓഫ് ദ ഹോൾ ഹ്യൂമാനിറ്റി. അപ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നാണ് അവരുടെ ബുദ്ധിവൈഭവവും അവരുടെ ശക്തിയും ശേഷിയും ശേമുഷിയും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പരസ്പര സഹായത്തോടെ ജീവിക്കുന്ന നമുക്ക് ഈ സമൂഹത്തെ നേരിടുന്നതായ വെല്ലുവിളികളെ നേരിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഔദാര്യമല്ല, ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം നാം അനേകരിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉയർച്ചയും നമ്മുടെ ലക്ഷ്യമായി വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ചരിത്രങ്ങളാണ് നമുക്ക് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയുള്ള പാതയിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയുള്ള വീക്ഷണമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്ത് നമുക്ക് ഈ സമൂഹത്തെ രക്ഷിക്കാൻ, സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, സമൂഹത്തിൽ സർവ്വവിധമായിരിക്കുന്ന നീതിയും സത്യവും സമാധാനവും നിലനിൽക്കാൻ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഇത് പ്രവർത്തിക്കുന്നതായ സമയത്താണ് നമ്മൾ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നത്. അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ഭദ്രാസനത്തിനും അത് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ച് എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു.